ന്യൂസ് മലയാളം ഇംപാക്ട് ആരോഗ്യവകുപ്പിന്റെ ഹൃദ്യം പദ്ധതിയിൽ നിന്ന് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടുനിൽക്കുന്നതിനെതിരെ ന്യൂസ് മലയാളം നൽകിയ വാർത്തയിൽ ഇടപെടൽ ഏത് തരത്തിലുമുള്ള നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വകുപ്പ് ഒപ്പം നിൽക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും വകുപ്പ് അവരോടൊപ്പം നിൽക്കും. ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാനും ഗവൺമെന്റ് അനുകൂലമാണ്. കൂടുതൽ വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ ചേരുകയാണ്. സനിസ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി ഹൃദയം പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരുന്നു വലിയ തരത്തിൽ രോഗികൾക്ക് ഒരു പ്രതിസന്ധിയായി ഉണ്ടായിരുന്നത്. എന്തായാലും അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. അതേ രുചീഷ്, ഇത്തരത്തിൽ 2020 മുതൽ ഹൃദയം പദ്ധതിയിൽ നിന്ന് ശ്രീചിത്ര മാറി നിൽക്കുകയാണ്. ശ്രീചിത്രയിലെ ഒരു ഉന്നതന്റെ പിടിവാശി മൂലമാണ് പലപ്പോഴും കഴിഞ്ഞ സർക്കാർ അടക്കം പലപ്പോഴും ഈ പദ്ധതി നടപ്പിലാക്കണം, കുടിശ്ശിക അടക്കം അടച്ചതിന് ശേഷവും പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീചിത്രയെ സമീപിച്ചിരുന്നു. എന്നാൽ ആ ഒരു പിടിവാശി മൂലം ഈ പദ്ധതിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം, ഹൃദയം പദ്ധതി 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജന്മനാ ഉള്ള ഹൃദ്രോഗ ചികിത്സയും ശസ്ത്രക്രിയയും ഒക്കെ സൗജന്യമായി നൽകുകയാണ്. ശ്രീചിത്രയെ പോലെ അത്യാധുനിക ഹൃദ്രോഗ ചികിത്സയിൽ അത്യാധുനിക സൗകര്യമുള്ള ഒരു ആശുപത്രി ഈ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അത് കുരുന്നുകളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അടിയന്തരമായി പദ്ധതി പുനരാരംഭിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ട് ഉത്തരവിറക്കിയിരുന്നു, നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അപ്പോഴും ഈ കടുംപിടുത്തം തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ശ്രീചിത്ര തുടർന്നിരുന്നത്. ഇതിനെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ന്യൂസ് മലയാളം ആ വാർത്ത നൽകിയത്. ആ വാർത്തയിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഒരു ഇടപെടൽ നടത്തും, ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാൻ സർക്കാർ ഒപ്പം നിൽക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ സർക്കാർ ഏത് തരത്തിലുമുള്ള നടപടി സ്വീകരിക്കാൻ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനിയിപ്പോൾ സർക്കാർ ഒരു തുറന്ന ചർച്ച ശ്രീചിത്രയുമായി നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ശ്രീചിത്രയുടെ ഈ ഒരു കടുംപിടുത്തത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാം. കൂടാതെ ഹൈക്കോടതിയിൽ ഈ സാമൂഹ്യ പ്രവർത്തകർ ഹർജി നൽകുന്നതോടെ കോടതി ഇടപെടലും പദ്ധതി പുനരാരംഭിക്കാൻ കാരണമാകുമെന്നാണ് പ്രതീക്ഷ. അത്തരത്തിലാണെങ്കിൽ ഒട്ടനവധി കുട്ടികൾക്ക് ശ്രീചിത്രയിൽ നിന്ന് അത്യാധുനിക ചികിത്സ ലഭ്യമാകും. അത് അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഒന്നാണ് രുചീഷ്.